ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. നമ്മൾ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറില്ലേ? കൊച്ചു കൊച്ചു കഥകൾ. കുട്ടികൾ വാശി പിടിക്കുമ്പോഴോ ഉറങ്ങുവാനോ ഒക്കെ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമല്ലേ? അത്തരമൊരു കഥ പറച്ചിലാട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിത് കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? പണ്ട് വളരെ പണ്ട് മിന്നാമിന്നുകൾക്ക് പ്രകാശമുണ്ടായിരുന്നില്ല. പതിവ് പോലെ ഒരു ദിവസം നേരം പുലർന്നു. മിന്നാമിന്നുകൾ പുറത്തേക്ക് പാറിപ്പറന്നു. അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കരച്ചിൽ കേട്ടു. അവർ ഓടിച്ചെന്നു. നോക്കിയപ്പോൾ ഒരു നക്ഷത്രക്കുഞ്ഞ്. അവൻ തേങ്ങി തേങ്ങി കരയുന്നു. നക്ഷത്രക്കുഞ്ഞ്, നീ എന്തിനാണ് കരയുന്നത്? മിന്നാമിന്നുകൾ ചോദിച്ചു. നക്ഷത്രക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ കൂട്ടുകാരോടൊത്ത് കളിക്കുകയായിരുന്നു. എനിക്ക് എങ്ങനെയോ വഴിതെറ്റി. അവരെ കണ്ടെത്താനായില്ല. ഞാനിനി എങ്ങനെ വീട്ടിൽ പോകും? ഇങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണും. നക്ഷത്രക്കുഞ്ഞ് തേങ്ങി തേങ്ങി കരഞ്ഞു. മിന്നാമിന്നുകൾ പറഞ്ഞു, വിഷമിക്കണ്ട നക്ഷത്രക്കുഞ്ഞ്, നിന്നെ ഞങ്ങൾ വീട്ടിലാക്കാം. നക്ഷത്രക്കുഞ്ഞിന് വലിയ സന്തോഷം. അവർ പറഞ്ഞു, രാത്രി ആവട്ടെ, നമുക്ക് നിൻ്റെ വീട് കണ്ടുപിടിക്കാം. നക്ഷത്രക്കുഞ്ഞ് പറഞ്ഞു, ഓ നന്ദി കൂട്ടുകാരെ. നക്ഷത്രക്കുഞ്ഞിന് ഉറക്കം വന്നു. ഞാനൊന്ന് ഉറങ്ങട്ടെ, നക്ഷത്രക്കുഞ്ഞ് പറഞ്ഞു. പിന്നെന്താ, നീ ഉറങ്ങിക്കോളൂ, ഞങ്ങൾ നിനക്ക് കാവലിരിക്കാം. അങ്ങനെ മിന്നാമിന്നുകൾ നക്ഷത്രക്കുഞ്ഞിന് കാവലിരുന്നു. അങ്ങനെ രാത്രി വന്നു. ആകാശം നിറയെ നക്ഷത്രങ്ങൾ. മിന്നാമിന്നുകൾ നക്ഷത്രക്കുഞ്ഞുമായി ആകാശത്തേക്ക് പറന്നു. അങ്ങ് ദൂരെ 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 തൻ്റെ കൂട്ടുകാരെ കണ്ടു. നക്ഷത്രക്കുഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു, ദാ എൻ്റെ കൂട്ടുകാർ. അവൻ അങ്ങോട്ട് ഓടി. അവരും കണ്ടു തങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ. അവരും ഓടി വന്നു. കൂട്ടുകാരാ, നീ ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു, അവർ ചോദിച്ചു. നക്ഷത്രക്കുഞ്ഞ് പറഞ്ഞു, എനിക്ക് വഴിതെറ്റിപ്പോയി. പക്ഷേ ഈ കൂട്ടുകാരുണ്ടല്ലോ, ഇവരാണ് എന്നെ രക്ഷിച്ചത്. നക്ഷത്രക്കുഞ്ഞ് മിന്നാമിന്നുകളെ നോക്കി പറഞ്ഞു. കൂട്ടുകാർക്ക് വലിയ സന്തോഷമായി. അവർ മിന്നാമിന്നുകൾക്ക് നന്ദി പറഞ്ഞു. മിന്നാമിന്നുകൾ ചോദിച്ചു, നക്ഷത്രക്കുഞ്ഞ്, ഇനി ഞങ്ങൾ പോയിക്കോട്ടെ? നിനക്ക് കൂട്ടുകാരെ കിട്ടിയില്ലേ? നക്ഷത്രക്കുഞ്ഞിന് വലിയ വിഷമമായി. അവൻ പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാൻ ഒന്നും തന്നില്ലല്ലോ. എന്ത് സമ്മാനമാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്? മിന്നാമിന്നുകൾക്ക് ചിരി വന്നു. നക്ഷത്രക്കുഞ്ഞ്, ഞങ്ങൾക്ക് എന്താണ് സമ്മാനം? നിൻ്റെ സന്തോഷം, അതല്ലേ ഞങ്ങളുടെ സമ്മാനം. പോരാ, അത് പോരാ, നിങ്ങൾക്ക് എന്തെങ്കിലും തരണം, നക്ഷത്രക്കുഞ്ഞ് പറഞ്ഞു. അവൻ തന്നിൽ നിന്ന് പ്രകാശം കോരിയെടുത്ത് മിന്നാമിന്നുകളുടെ മേലെ വീശി എറിഞ്ഞു. അതൊരു വർണ്ണമഴയായിരുന്നു. പ്രകാശം ചിന്നി ചിതറി. മിന്നാമിന്നുകൾക്ക് വിശ്വസിക്കാനായില്ല. തങ്ങളും നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കുന്നു. അവർ പരസ്പരം നോക്കി. അതെ, തങ്ങളും നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ആ രാത്രി മുഴുവൻ അവർ കളിച്ചു രസിച്ചു. അങ്ങനെ നേരം പുലരാറായി. മിന്നാമിന്നുകൾ പറഞ്ഞു, നക്ഷത്രക്കുഞ്ഞ്, ഇനി ഞങ്ങൾ പോയിക്കോട്ടെ? നക്ഷത്രക്കുഞ്ഞിന് വലിയ വിഷമമായി. അവൻ പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളെനിക്ക് വാക്ക് തരണം. നിങ്ങൾ എന്നും രാത്രിയിൽ വരണം. നമുക്ക് ഒരുപാട് നേരം കളി പറഞ്ഞ് രസിച്ചിരിക്കാം. മിന്നാമിന്നുകൾക്ക് വലിയ സന്തോഷമായി. ശരി കൂട്ടുകാരാ, ഞങ്ങൾ എന്നും വരും നിന്നെ കാണാൻ, എന്നും. അതേ കൂട്ടുകാരെ, നിങ്ങൾ കണ്ടിട്ടില്ലേ മിന്നാമിന്നുകൾ രാത്രിയിൽ മിന്നി മിന്നി വരുന്നത്? അവർ വരികയാണ് തങ്ങളുടെ പ്രിയ കൂട്ടുകാരായ നക്ഷത്രങ്ങളുമായി കളി പറഞ്ഞ് രസിച്ചിരിക്കുവാനായി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരണം കേട്ടോ. കുട്ടികൾക്ക് എങ്ങനത്തെ കഥകളാണ് ഇഷ്ടം? നിങ്ങൾ പറയൂ, നമുക്ക് എല്ലാം പറയാം. അപ്പോൾ അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.